ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കനകക്കുന്നാണ് കേട്ടോ. ഇവിടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ടായിട്ട് ഇത്തവണ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ പോകാനായിട്ട് പറ്റിയത്. ഏഷ്യാനെറ്റ് ന്യൂസുകാരാണ് കേട്ടോ ഇത് സ്പോൺസർ ചെയ്ത് നടത്തുന്നത്. സാധാരണ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുക്കേണ്ടതില്ല. ഇപ്പം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അവരുടേതായതുകൊണ്ട് തന്നെ 50 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുക. അകത്തേക്ക് കയറുമ്പോൾ നല്ല രീതിയിൽ അവർ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. കർട്ടൻ കൊടുത്തിട്ടും ഈ ഒരു കളറൊക്കെ നമുക്ക് ഇത്തിരിയൂടെ ഭംഗിയായിട്ട് മനസ്സിലാവണമെങ്കിൽ നൈറ്റ് ഇത്തിരിയൂടെ ഒന്ന് ഇരുട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും കേട്ടോ. ഞാൻ ഏകദേശം ഒരു 6 മണി സമയത്താണ് ഇവിടെ എത്തുന്നത്. ഇവർ ഓരോ സ്ഥലവും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ആംബിയൻസിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ മരത്തിലൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ഓണമല്ലേ ഊഞ്ഞാലൊക്കെ കെട്ടി നമുക്ക് സത്യം പറഞ്ഞാൽ ഞാനും ഒരു ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി കേട്ടോ. കാരണം ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ ഇത്തവണ ഏറ്റവും ലാസ്റ്റായിപ്പോയി. സാധാരണ നമ്മളെപ്പോഴും ഒന്നാം ഓണത്തിനൊക്കെ പോകുന്നതാണ്. ഇത്തവണ നമ്മൾ ഒരുപാട് ലേറ്റായിപ്പോയി. പക്ഷേ ഇന്ന് പോയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്തേനെ കേട്ടോ. ഇത്തവണ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കനകക്കുന്നിൽ. പോകാൻ പറ്റാത്തവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ കാണാം കേട്ടോ. ഇതിലെല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് തന്നെ നമ്മൾ 50 രൂപ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാലും ഇതിനകത്ത് പെറ്റ് ഷോ ഉണ്ട് കേട്ടോ. പെറ്റ് ഷോയ്ക്ക് സെപ്പറേറ്റ് നമ്മൾ 50 രൂപ പേ ചെയ്തിട്ടാണ് കയറേണ്ടത്. ഞാനും പെറ്റ് ഷോയിൽ കയറി കണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് ഈ ഒരു പൈത്തണ്ണയും അതുപോലെ തന്നെ പാരറ്റിനെയൊക്കെ നമ്മുടെ ദേഹത്ത് വെക്കാനായിട്ട് നമ്മൾ പിന്നെയും എക്സ്ട്രാ 50 രൂപ വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ എക്സ്ട്രാ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഇത് കാണേണ്ടത്. ഇവിടുത്തെ പെറ്റ്സിനെ കണ്ടിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ ഈ ഒരു യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഒരുപാട് പെറ്റ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പം ഇതിന് 50 രൂപ ടിക്കറ്റ് എടുത്ത് ഞാൻ കയറിയായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ ദേഹത്തെടുത്ത് വെച്ച് കേട്ടോ. ഒരു എന്താ പറയുക, ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് അടുത്ത് ഇത് ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒന്ന് ഇരുട്ടി കേട്ടോ. ഏകദേശം ഒരു 1 മണിക്കൂറോളം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഇരുട്ടിയപ്പോൾ ശരിക്കും ഈ ഒരു ആംബിയൻസിൻ്റെ ഭംഗി അറിയണമെങ്കിൽ ഈ ഒരു സമയമാവണം. അപ്പോൾ അവിടെ ഒരു ഗാനമേള നടക്കുന്നുണ്ട്. തിരക്കെന്ന് പറഞ്ഞാൽ വൻ തിരക്കാണ്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. സംഭവം ഒരു ഗാനമേള നടക്കുന്നതിൻ്റെ അവിടെയാണ് ഏകദേശം എല്ലാവരും ഇരിക്കുന്നത്. ബാക്കി എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്, ഒരുപാട് പേര് വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. പിന്നെ ഇതുപോലെ ബൊമ്മ വിൽക്കാൻ നടക്കുന്നവരുണ്ട്. അതുപോലെ അമ്യൂസ്മെൻറ്റ് പാർക്സില്ലേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, നമ്മുടെ വലിയവർക്കുള്ള ജയൻറ്റ് വീല്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു കിട്ടില്ല ഓണം തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത്തവണ നമ്മുടെ വയനാടിൻ്റെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഓണാഘോഷം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊന്നും അത് വലുതായിട്ട് ഫോക്കസ് ചെയ്തില്ല. ഈ കനകക്കുന്നിൽ വരുന്ന കാര്യം അങ്ങനെ ചിന്തിച്ചില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഇത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. പക്ഷേ അടിപൊളിയായിരുന്നു. കാരണം വന്നില്ലെന്നെങ്കിൽ ഇത് ഭയങ്കര ഒരു നഷ്ടമായി പോയേനെ. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഏഷ്യാനെറ്റ് ന്യൂസിൽ ആങ്കർ ചെയ്യാനായിട്ട് പുറത്തുനിന്നുള്ളവർക്കൊരു അവസരം കൊടുക്കുന്നൊരു സംഭവമാണ് കേട്ടോ. അതിനകത്ത് കയറിയപ്പോഴാണ് കണ്ടത്. ഞാനും ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ് ഇതായി കാണുന്നത്. നമുക്ക് അപ്പം തന്നെ ലൈവായിട്ട് അവർ ടി വിയിൽ കാണിച്ചു തരും. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ആ വീഡിയോ അയച്ചു തരും കേട്ടോ. നല്ലൊരു സംഭവമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഈ ഒരു ആങ്കറിങ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു ആഗ്രഹം കൂടെ അവിടെ നടന്നു. അതുപോലെ തന്നെ അവരുടെ ക്യാമറ ആയിരുന്നാലും അതുപോലെ അവരുടെ എഡിറ്റിംഗ് മെറ്റീരിയൽസൊക്കെ അവിടെ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ഏഷ്യാനെറ്റിൻ്റെ മയമാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ. ഈ എക്സിബിഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു വ്യൂ എല്ലാവരും ഓണാഘോഷത്തിൻ്റെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ആംബിയൻസ് ആ ഒരു സ്ഥലത്തിന് കൊടുക്കുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര വീഡിയോ എടുത്താലും മനസ്സിലാവില്ല. അത് ഡയറക്റ്റ് അവിടെ പോയി കാണുക തന്നെ വേണം. അത്ര ഭംഗിയുണ്ട് കേട്ടോ. ഇത് എന്താ പറയുക, എനിക്ക് എങ്ങനെയാണ് അത് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. അത്ര ഭംഗിയാണ്. ഞാൻ വന്നപ്പോൾ എടുത്ത അതേ വ്യൂ ആണ് കേട്ടോ അതാ ഇപ്പോൾ ഒന്നുകൂടെ എടുക്കുന്നത്. പക്ഷേ ഒരു നൈറ്റ് ആയപ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റിൽ എന്തോരം ഭംഗിയുണ്ടെന്ന് നോക്കി. ആ കർട്ടനൊക്കെ പല കളറിലുള്ള കർട്ടനൊക്കെ വെച്ചിട്ട് എല്ലായിടത്തും ഒരു മരമാണോ ഉള്ളതെങ്കിൽ അതിന് ചുറ്റും നല്ല രീതിയിലുള്ള ലൈറ്റ്സൊക്കെ ചെയ്ത് ഭയങ്കര ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നറിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു പോർഷനാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. എനിക്ക്
എത്ര വീഡിയോ എടുത്തിട്ട് മതിയാവുന്നില്ല. ഫുൾ ടൈം ഞാൻ അവിടെ തന്നെയായിരുന്നു കേട്ടോ നിന്നത്. ഏത് വ്യൂ നിന്ന് എടുത്താലും ആ ഒരു പോർഷൻ കിട്ടുന്ന രീതിയിലാണ് ഞാൻ കവർ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് അവിടെ കാണാനായിട്ടുള്ളത്. ഞാൻ ഇറങ്ങിയത് 8:45-നാണ്. പക്ഷെ അപ്പോഴും അകത്ത് കയറാനായിട്ടുള്ള തിരക്കൊന്നും നിങ്ങൾ കാണണേ. അത്രയ്ക്ക് നല്ല രസമായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഇത്തവണത്തെ ഓണം. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരേക്കും